അരുൺ ബാബു, ശ്രീ അരുൺ ബാബു, ഏറ്റവും കൂടുതൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ തോതിൽ വിമർശനമായി ശ്രീ മുകേഷിനെതിരെ ഉണ്ടായിരുന്നത് കൊല്ലത്തിൻ്റെ MLA കാണാനില്ല എന്ന തരത്തിലുള്ള ഒരു ആരോപണമായിരുന്നു. അദ്ദേഹം വീണ്ടും പാർലമെന്റിലേക്ക് അയക്കുകയാണ്. 2 തവണ MLA സ്ഥാനം കഴിഞ്ഞ് പാർലമെന്റിലേക്ക് അയക്കുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ജനങ്ങളോടുള്ള ഇറങ്ങിച്ചെന്നുള്ള പെരുമാറ്റത്തെ, അദ്ദേഹത്തിനുള്ള ജനകീയതയെ, അദ്ദേഹത്തിൻ്റെ വികസന കാഴ്ചപ്പാടിനെ കുറിച്ചൊക്കെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഉറപ്പെന്താണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ സഖാവ് K. വരദരാജൻ അദ്ദേഹം UDFിൻ്റെ സ്ഥാനാർത്ഥിയോടും UDFിൻ്റെ നേതാക്കന്മാരോടും കൊല്ലത്തിൻ്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ വികസനത്തെക്കുറിച്ച് സംവാദം നടത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഞങ്ങൾ പൊതുജന മധ്യത്തിൽ മാധ്യമങ്ങളിലൂടെ അറിയിച്ചതാണ്. MB ലൈവ് 24/7 ഇതിനകത്ത് 11,000 കോടി രൂപയുടെ വികസനമാണ് രേഖപ്പെടുത്തിയത്. ഞങ്ങൾ നിശ്ചയമായും UDFിനോട് ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഓരോ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും സംവാദം നടത്താൻ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. എന്ത് വികസന പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്? ഇപ്പോൾ ദേശീയ പാതയുടെ വികസനം കേരളത്തിലാകമാനം നടക്കുകയാണ്. അതെങ്ങനെയാണ് MBയുടെ ഒരു കൊല്ലത്തെ മാത്രം വികസനത്തിൻ്റെ ഭാഗമായിട്ട് രേഖപ്പെടുത്തുന്നത്? ഇപ്പോൾ തന്നെ അദ്ദേഹം പറയുന്ന പോലെ നമ്മുടെ ഒരു മിസ്റ്റർ മരുമകൻ സിനിമയിലൊരു സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഒരു കഥാപാത്രമുണ്ട്. എനിക്ക് 3 റിസർവ് ബാങ്ക് ഉണ്ട്, 3 കപ്പലുണ്ട്, 3 വിമാനത്താവളമുണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ ഇപ്പോൾ അച്ചൻകോവിലിൽ ഒരു ബാങ്ക് അനുവദിച്ചു. ഇതടക്കം ഒരു MBയുടെ വികസനമായി കാട്ടുകയാണ്. എന്ന് പറഞ്ഞാൽ തനിക്ക് പ്രത്യേകമായി തൻ്റെ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം കഴിഞ്ഞ 10 വർഷക്കാലത്തെ MB എന്ന നിലയിൽ നമുക്ക് നേരിട്ട് കാട്ടിത്തരാൻ കഴിയുന്ന ഒരു വികസനം ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല. കൊല്ലത്തെ MLA കാണാനില്ലെന്ന് ഇത് ആരാണ് ഇവിടെ ഇങ്ങനൊരു പ്രചരണം ഉണ്ടാക്കിയത്? നമ്മൾ നവമാധ്യമങ്ങളിലൂടെ കണ്ടതല്ലേ? കാസർഗോഡ് നിന്ന് ഒരു പയ്യൻ വിളിക്കുകയാണ്, മുകേഷ് ചേട്ടനല്ലേ? എൻ്റെ അമ്മ കിണറ്റി വീണ് ഒരു തൊട്ടിയും കയറുമായിട്ട് ചേട്ടൻ വന്ന് അമ്മയൊന്ന് രക്ഷപ്പെടുത്താവോ എന്നേരം മുകേഷ് സാബ് തിരിച്ചു പറയുന്നു, ഞാൻ കൊല്ലത്തല്ലേ, ഞാൻ ഇവിടുന്ന് തൊട്ടിയും കയറുമായിട്ട് വരുമ്പോഴത്തേക്ക് നിൻ്റെ അമ്മ മരിച്ചു പോകത്തില്ല, അവിടെയുള്ള അല്ല അത് കുഴപ്പമില്ല, അമ്മ മരിച്ചാലും കുഴപ്പമില്ല, ചേട്ടൻ കൊല്ലത്തുനിന്ന് തൊട്ടിയും കയറുമായിട്ട് വന്ന് അമ്മയെ രക്ഷപ്പെടുത്തണം. ഇതെല്ലാം UDFിൻ്റെ ആളുകൾ ബോധപൂർവമായി ഈ ചില ആളുകളെ കൊണ്ട് വിളിപ്പിക്കുകയാണ്. UDFിന്റെ സ്ഥാനാർത്ഥി LDFിന്റെ സ്ഥാനാർത്ഥിയുമായി പരസ്യ സംവാദത്തിന് തയ്യാറാണെന്നും അതിന് തയ്യാറാകണമെന്നും LDFിന്റെ സ്ഥാനാർത്ഥിയോട് ആവശ്യപ്പെട്ടത് ശ്രീ M. മുകേഷ് LDFിൻ്റെ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുകയും ശ്രീ പ്രേമചന്ദ്രൻ UDFിൻ്റെ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുകയും ചെയ്തതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ്. ഞാൻ LDFിൻ്റെ പ്രതിനിധിക്ക് ഇപ്പോഴും ഉറപ്പ് നൽകുന്നു, LDFിൻ്റെ പ്രതിനിധിയുമായി LDFിൻ്റെ MLAയുമായി ശ്രീ NK പ്രേമചന്ദ്രൻ MLAയുടെ സൗകര്യമനുസരിച്ച് MLA പറയുന്ന സ്ഥലത്ത് സംവാദത്തിന് വരാൻ തയ്യാറാണ്. വികസന കാര്യങ്ങളെക്കുറിച്ച് മാത്രം നമുക്ക് സംവദിക്കാം. MLA ഒന്നുകിൽ പറയണം ഞാൻ ആ ഓഫർ സ്വീകരിക്കുന്നു, ഇല്ലെങ്കിൽ പറയണം ഞാൻ ആ ഓഫർ നിരാകരിക്കുന്നെങ്കിൽ പക്ഷേ മറ്റൊരു കാര്യം കൂടിയുണ്ട്, എന്തുകൊണ്ടാണ് നിരാകരിക്കുന്നതെന്ന് കൂടി പറയണം. അപ്പോൾ ഞങ്ങൾ പറയേണ്ടി വരും MLA ഒളിച്ചോടുകയാണെന്ന്. MLA കാസർഗോഡുകാരൻ വിളിച്ചാൽ MLA അങ്ങനെ അസഭ്യമായി സംസാരിക്കുമെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ അങ്ങനെയല്ല വേണ്ടത്. ഒരു പൊതുപ്രവർത്തകനെ പല ആവശ്യങ്ങൾക്ക് പലരും വിളിക്കും. ചിലത് ന്യായമാകാം, ചിലത് അന്യായമാകാം, ചിലത് ഒരിക്കലും നടക്കാത്തതാകാം. അങ്ങനെ വിളിക്കുന്നവരോട് ലഭ്യം പറയുന്നത് എന്തായാലും ഒരു പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് ഭൂഷണമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ചെറിയ പൊതുപ്രവർത്തകനാണ് ഞാൻ. മറ്റൊന്ന്, വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്കും ചിലത് പറയാനുണ്ട്. ആശ്രമം ഗസ്റ്റ് ഹൗസ് പൂട്ടിയിട്ടിട്ട് 4 വർഷമായി. ഇപ്പോൾ MLA പറയുന്നത് ഞാൻ 1,700 കോടി അങ്ങോട്ട് മുടക്കിയെന്നാണ് പറയുന്നത്. 1,570 കോടി മുടക്കിയെന്നാണ് പറയുന്നത്. ആ 1,570 കോടി എത്രയായാലും 2,000 എടുത്തോ കുഴപ്പമില്ല, പക്ഷെ ഫലത്തിൽ വേണ്ടേ? പൂട്ടിയിട്ടില്ല എന്ന് ഞാൻ പറയണം. വെല്ലുവിളിക്കുന്നു. ഞാൻ താങ്കളെ വെല്ലുവിളിക്കും. ഞാൻ താങ്കളെ ആശ്രാമം ഗസ്റ്റ് ഹൗസ് പൂട്ടിയിട്ടില്ല എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഉത്തരവാദിത്വത്തോടുകൂടി പറയുന്നു. ഇപ്പോഴും അവിടെ ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട്, ഏതൊരാൾക്കും അവിടെ റൂം എടുക്കാം. ആ പ്രസ്താവന ഉറച്ചു നിൽക്കുന്നുണ്ടോ? കഴിഞ്ഞു. ഞാൻ ആ ഭാർഗവി നിലയത്തിൽ നേരിട്ട് പോയി അവിടെ നിന്ന് വീഡിയോ ചെയ്തയാളാണ്. ഞാൻ ആ ഭാർഗവി നിലയത്തിൽ ചെല്ലുമ്പോൾ ആ കോമ്പൗണ്ടിൽ ആള് കടന്നിട്ട് ഏറ്റവും ചുരുങ്ങിയത് 6 മാസമെങ്കിലും ആകുന്ന സാഹചര്യത്തിൽ കണ്ടയാളാണ് ഞാൻ. അതെ ഈ ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് പ്രേക്ഷകരിലേക്ക് വരാം. നിങ്ങളെ ഞാൻ പറയാം, എന്റെ അവസരത്തിൽ ഞാൻ പറയാം. ഞാൻ നുണയാണോ ശരിയാണോ പറയുന്നത്? അനിയ ഇതൊക്കെ കുറെ കഴിഞ്ഞതാ, ഇതൊക്കെ കൈവച്ചേരെ. ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകും, മനസ്സിലായില്ലേ? ഇതൊക്കെ കൈവച്ചേരെ. ആ ഗസ്റ്റ് ഹൗസിൽ എത്ര ദിവസം ബുക്കിംഗ് നടന്നിട്ടുണ്ട് 2000-ന് ശേഷം? നിങ്ങൾ തെളിയിച്ചാൽ മതി. നിങ്ങളുടെ ഈ പറഞ്ഞതുപോലെ LDF കമ്മിറ്റി തന്നെ നാളെ റിലീസ് കൊടുക്കട്ടെ. ഇത്ര ദിവസം അവിടെ ബുക്കിംഗ് ഉണ്ടായിരുന്നു, തെളിവല്ലോ. ശരി, ഇനി MLA തന്നെ പറയുന്നു
ഞാൻ 1 കോടി രൂപ എൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2017 KSRTC കൊല്ലം ഡിപ്പോയ്ക്ക് നൽകിയെന്ന്. അതേ MLA തന്നെ പറയുന്നു ഇന്ന് വരെ ഞാൻ കൊടുത്ത 1 കോടി രൂപ അവിടെ വിനിയോഗിച്ചിട്ടില്ല എന്ന്. മാത്രമല്ല ആ KSRTC ഡിപ്പോ ഇടിഞ്ഞു വീണാൽ എനിക്ക് ഉത്തരവാദിത്വമില്ല എന്ന് 2 കൈയും പൊക്കിക്കൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി ഇടയ്ക്ക് പറയാറുണ്ടല്ലോ എൻ്റെ കൈകൾ ശുദ്ധമെന്ന്. അതുപോലെ തന്നെ ആ MLA തന്നെ പറയുന്നു അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് ഉത്തരവാദിത്വമില്ല എന്ന്. പിന്നെ ആർക്കാണ് ഉത്തരവാദിത്വം? അതെ 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 അതൊക്കെ അതിനൊക്കെ കൃത്യമായ മറുപടി ഞാൻ പറഞ്ഞിട്ട് പോവാം. വെയിറ്റ് ചെയ്യും. ഇതുപോലെ ഒരുപാട് കൂകി തെളിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് അതൊന്നും വേണ്ട, പറയാനാ ഞാൻ നിൽക്കുന്നത്. പറഞ്ഞിട്ടേ പോകൂ. എത്ര ആൾബലം ഉണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് മതി. എനിക്ക് പറയാനറിയാം. നമുക്ക് ഇവരോട് ചോദ്യം ചോദിക്കാം, നമുക്ക് ഡയറക്റ്റ് ചോദിക്കാം, ഡയറക്റ്റ് ഉത്തരം കിട്ടും. ഇ പി ജയരാജന്റെ ഭാര്യയും രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിയുടെ സിഇഒയും ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോയും ഉണ്ടോ? ആരടിച്ചത്? ഞാൻ വെല്ലുവിളിക്കുന്നു. ഇ പി ജയരാജന്റെ ഭാര്യയും നിരാമയ എന്ന് പറയുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിയുടെ സിഇഒയും ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോ ഞാൻ റിലീസ് ചെയ്തിട്ടുണ്ട്. അത് വ്യാജമാണോ? നിങ്ങൾ ഇ പി ജയരാജന്റെ ശത്രുക്കളാണെന്ന് എനിക്കിപ്പോ ബോധ്യമായി. കാരണം നിങ്ങൾ എന്നെ കൊണ്ട് പറയുകയാണ് ഇ പി ജയരാജന് രാജീവ് ചന്ദ്രശേഖരനുമായി ബന്ധമുണ്ട് എന്ന്. ഇ പി ജയരാജന് രാജീവ് ചന്ദ്രശേഖരനുമായി ബന്ധമുണ്ട് എന്ന് നിങ്ങൾ എന്നെ കൊണ്ട് പറയുക.